ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണുവിന്റെ മൃതദേഹം ഉച്ചയോടെ നാട്ടിലെത്തിക്കും. സുക്മ ജില്ലയിൽ CRPF കോബ്ര ബറ്റാലിയനിലെ ജവാനായി ജോലി ചെയ്യുന്നതിനിടെയാണ് കുഴിബോംബ് ആക്രമണം ഉണ്ടായത്. വിവരങ്ങളുമായി അഖിൽ ഷാ അൻസാർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ, ഗുഡ് മോർണിംഗ്. വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. ഉച്ചയോടെയാണ് മൃതദേഹം നാട്ടിലെത്തിക്കുക എന്ന് മനസ്സിലാക്കുന്നു. മറ്റു ചടങ്ങുകൾ എപ്പോഴാണ്? വിശദാംശങ്ങൾ. ക്രിസ്റ്റീന പ്രവിത, ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഛത്തീസ്ഗഡിൽ നടക്കുന്നത്. അതായത് CRPFന്റെ കോബ്ര ബറ്റാലിയനിലുള്ള ഒരു സേനാംഗമാണ് ഈ നന്ദിയോട് സ്വദേശിയായ വിഷ്ണു. ഈ വിഷ്ണു ഇന്നലെ ട്രക്കിലേക്ക് ഇവരുടെ ഈ സ്ഥിരം റേഷൻ വാങ്ങാനായി പോകുന്നതിനിടെയാണ് ഈ മാവോയിസ്റ്റുകാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. കുഴിബോംബിൽപ്പെട്ട് ഈ വിഷ്ണു സഞ്ചരിച്ചിരുന്ന ട്രക്ക് അത് കുഴിബോംബിൽ പെടുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് മരണവും സംഭവിക്കുന്നത്. ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപും ഈ ബന്ധുക്കളെ ഉൾപ്പെടെ വിഷ്ണു വിളിച്ചിരുന്നു. ഈ അപകടം നടന്ന സ്ഥലത്ത് തന്നെ ഒരു മാസം മുമ്പ് സമാന സാഹചര്യത്തിൽ ഒരു അപകടം ഉണ്ടാവുകയും അതിൽ 2 സൈനികർ മരിക്കുകയും ചെയ്തെന്നുള്ള വിവരം ഉൾപ്പെടെ വിഷ്ണു ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. കുടുംബം ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ വാർത്ത അറിയുന്നത്. വലിയ വികാരഭരിതമായ നിമിഷങ്ങളായിരുന്നു നന്ദിയോടെ ഈ വീട്ടിലും ഗ്രാമത്തിലുമൊക്കെ ഇന്നലെ രാത്രി തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. വലിയ വിലാപമായിരുന്നു വിഷ്ണുവിൻ്റെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കുമൊക്കെ. ബന്ധുക്കൾക്ക് പലരും ഇന്നലെ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരാളെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി വിഷ്ണുവിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നുള്ളൊരു കാര്യമാണ് നിലവിൽ ഈ CRPF ഉൾപ്പെടെ അറിയിക്കുന്നത്. ഇന്നലെ തന്നെ ഈ വനമേഖലയിൽ നിന്ന് വിഷ്ണുവിൻ്റെ മൃതദേഹം മാറ്റിയിരുന്നു. എന്തായാലും ഈ 1.5 മാസം മുമ്പാണ് തൻ്റെ നാട്ടിൽ വിഷ്ണു അവസാനമായി തിരിച്ചെത്തിയത്. അന്ന് പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങും അതുപോലെ തന്നെ മകൻ്റെ ചോറൂട്ട് ചടങ്ങും ഉൾപ്പെടെ എഴുത്തിനിരുത്തുന്ന ചടങ്ങും ഉൾപ്പെടെ നടത്തിയതിന് ശേഷം സന്തോഷത്തോടു കൂടിയാണ് വിഷ്ണു ഇവിടെ നിന്ന് മടങ്ങിയെന്നുള്ളതാണ് നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ വളരെ വിഷമത്തോടു കൂടി പറയുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സങ്കടകരമായൊരു വാർത്ത അത് ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. 10 വർഷം മുൻപാണ് വിഷ്ണു ഈ സേനയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. ആദ്യം കാശ്മീരിലായിരുന്നു. അതിന് പിന്നാലെ ഉത്തരാഖണ്ഡിലെത്തി. 2 മാസം മുമ്പാണ് ഛത്തീസ്ഗഡിലേക്ക് അവരുടെ ഒരു ബറ്റാലിയൻ എത്തുന്നത്. അതിന് പിന്നാലെയാണ് നാടിനെ സങ്കടത്തിലാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ മൃതദേഹം എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ CRPFും അതുപോലെ തന്നെ മറ്റ് അധികൃതരും ഉള്ളത്. എന്തായാലും മൃതദേഹം എത്തിച്ചതിന് ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സംസ്കാര ചടങ്ങുകളെ കുറിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ ഷാ അൻസാർ. ഏറെ സങ്കടകരമായ റിപ്പോർട്ടാണ് നമ്മെ തേടി ഇന്നലെ എത്തിയത്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച വിഷ്ണുവിന്റെ മൃതദേഹം ഉച്ചയോടെയാണ് നാട്ടിലെത്തിക്കുക. 25-ാം വയസ്സിലാണ് വിഷ്ണു CRPFിലെത്തുന്നത്. രാജ്യത്തെ സേവിക്കുക എന്നതായിരുന്നു ചെറുപ്പം മുതൽ വിഷ്ണുവിന്റെ ആഗ്രഹം. പാലോട് ഫാം ജംഗ്ഷനിൽ അനിഴം വീട്ടിൽ രഘുവരന്റെയും അജിതയുടെയും മകനാണ് വീരമൃത്യു വരിച്ച വിഷ്ണു. ജവാനായി ആദ്യം സേവനമനുഷ്ഠിച്ചത് കശ്മീരിൽ, പിന്നീട് ജാർഖണ്ഡിലെത്തി. 2 വർഷം മുമ്പാണ് ഛത്തീസ്ഗഡിലെ പ്രശ്നബാധിത മേഖലകളിൽ സേവനത്തിനായി എത്തുന്നത്. സുക്മ ജില്ലയിൽ CRPF കോബ്ര ബറ്റാലിയനിലെ ജവാനായി ജോലി ചെയ്യുന്നതിനിടെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെ അപകടമുണ്ടായത്. മാവോയിസ്റ്റ് ആക്രമണത്തിന് തൊട്ടുമുമ്പും വിഷ്ണു കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. 5 ദിവസം മുമ്പ് മേഖലയിലുണ്ടായ സംഘർഷത്തെപ്പറ്റിയും അവരോട് പറഞ്ഞു. തൊട്ടു പിന്നാലെയാണ് വിഷ്ണു ഓടിച്ചിരുന്ന ട്രക്ക് കുഴിബോംബ് പൊട്ടിത്തെറിച്ച് അപകടത്തിൽപ്പെട്ടത്. ശ്രീചിത്ര ആശുപത്രിയിലെ നഴ്സ് നിഖിലയാണ് ഭാര്യ. നിർവീൻ, നിർദേവ് എന്നിവരാണ് മക്കൾ. കുടുംബ വീട്ടിൽ മാതാപിതാക്കളോടൊപ്പം കാലങ്ങളായി താമസിച്ചിരുന്ന വിഷ്ണു അടുത്തിടെയാണ് സ്വന്തമായി വീട് വെച്ച് താമസം മാറിയിട്ട്. വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിനായി 1.5 മാസം മുമ്പാണ് വിഷ്ണു അവസാനമായി നാട്ടിലെത്തിയത്. ഉച്ചയോടെ നാട്ടിലെത്തിക്കുന്ന മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. 24 തിരുവനന്തപുരം.